നമസ്കാരം സുഹൃത്തുക്കളെ. അറിഞ്ഞല്ലോ, വേടൻ്റെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി നിൽക്കുന്ന പടത്തിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത്, എനിക്ക് നടനാവാനായിരുന്നു ഇഷ്ടം. ദളിത് ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഞാൻ കറുത്തുപോയി. അതുകൊണ്ട് കറുത്ത യുവാക്കളെ വെളുത്ത സ്ത്രീകൾ കെട്ടി വെളുത്ത ചെക്കന്മാരുണ്ടാവട്ടെ എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ പഴയൊരു കഥ ഞാൻ ഓർത്തു പോവുകയാണ്. ബർണാഡ് ഷായ്ക്ക് അദ്ദേഹത്തെ ഒരു സുന്ദരിയായ ഒരു യുവതി അപ്രോച്ച് ചെയ്തു കല്യാണം കഴിക്കാൻ വേണ്ടി. അവർ വളരെയധികം നിർബന്ധിച്ചു. അപ്പോൾ ചോദിച്ചു, എന്നെ അത്ര സൗന്ദര്യമൊന്നുമില്ലാത്ത എന്നെ നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, എനിക്ക് ബുദ്ധിയില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം എൻ്റെ സൗന്ദര്യവും താങ്കളുടെ ബുദ്ധിയും കൂടി ചേർന്നാൽ ബുദ്ധിയുള്ള കുട്ടികൾ ഉണ്ടാവട്ടെ. ഇനിയും എൻ്റെ തലമുറയെങ്കിലും ഇങ്ങനെ ബുദ്ധിയില്ലാത്തവൾ, ബുദ്ധിശൂന്യ എന്ന് പറഞ്ഞ് ആരും അധിക്ഷേപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ താങ്കളെ കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചത്, എൻ്റെ സൗന്ദര്യവും നിങ്ങളുടെ ബുദ്ധിയുമാണ് ആ കുട്ടിക്ക് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു മറുചോദ്യം ചോദിച്ചു. അപ്പോൾ എനിക്ക് വേടനോടും ചോദിക്കാനുള്ള ഇത് തന്നെയാണ്. സൗന്ദര്യമോ കറുപ്പോ ഒന്നുമല്ല മലയാള സിനിമയുടെയോ ഇന്ത്യൻ സിനിമയുടെയോ ഈ പറഞ്ഞ പോലെ അവർക്ക് അഭിനയിക്കാനുള്ള ഒരു കഴിവെന്നൊന്നും പറയുന്നത് അല്ലേ. നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരിക്കൽ പോലും ഇങ്ങനെ കറുത്തവനാണെന്ന് വിചാരിച്ച് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടാതിരിക്കുകയോ ചെയ്ത ഒരാളല്ല മണിച്ചേട്ടന്. അദ്ദേഹത്തെ ആരും മറക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മൾ മുഴുവൻ കാണുന്നതിന് മുമ്പ് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായ ഒരു മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ കലാഭവൻ മണി. അദ്ദേഹം എവിടെയെങ്കിലും ഇങ്ങനെ താൻ കറുത്തതായതുകൊണ്ട് എന്നെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ മനോജ് കെ ജയൻ എന്താ വെളുത്തു തുടുത്താണോ ഇരിക്കുന്നത്? എന്ത് നല്ല അഭിനയമാണ്, എന്തുമാത്രം കഥാപാത്രങ്ങളും എന്തുമാത്രം രസിപ്പിച്ച ഒരു നടനാണ് മനോജ് കെ ജയൻ. മലയാളി അല്ലെങ്കിലും നമ്മുടെ രജനീകാന്തിനെ ഇഷ്ടപ്പെടുന്ന എത്രയോ മലയാളികൾ, ഏതെങ്കിലും മലയാളിയുണ്ടോ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു മലയാളിയെ കാണിക്കാമോ? അങ്ങനെ എത്രയോ. മിഥുൻ ചക്രവർത്തി എന്താ വെളുത്തിട്ടായിരുന്നു വരുന്നത്. ബോളിവുഡിലെ നടന്മാരെല്ലാം ഏകദേശം വെളുത്ത് നല്ല സുന്ദരന്മാരാണ്. പക്ഷേ അക്കൂട്ടത്തിൽ അന്നത്തെ ഹീറോ ആയിരുന്നു മിഥുൻ ചക്രവർത്തി. ഒന്ന് ആലോചിച്ച് നോക്കി, അദ്ദേഹം നല്ല കറുത്തിട്ടായിരുന്നു. അങ്ങനെ എത്രയോ പേര്, തമിഴ് മാധവൻ അത്ര വെളുത്ത് തൊടുത്തൊന്നും ആയിരുന്നില്ലായിരുന്നു. അങ്ങനെ നമുക്ക് എണ്ണിപ്പറയാൻ എത്രയോ കലാകാരന്മാരുള്ളിടത്താണ് ഇതുപോലുള്ള കുത്തിത്തിരിപ്പും പുഴുക്കുത്തുമായിട്ട് വരുന്നതെന്ന് ആലോചിക്കുമ്പം വേടൻ്റെ പാട്ടിനോടോ ഒന്നും എനിക്ക് വിയോജിപ്പില്ല. വേടൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ആസ്വദിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കുമുണ്ട്. അതേപോലെ തന്നെ നമുക്കും നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ വേടനെ അധിക്ഷേപിക്കുകയൊന്നും ചെയ്തില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ പലർക്കും, എന്നെപ്പോലെ പലർക്കും അല്ലേ, അത് അസാധ്യമായി തോന്നണം എന്നില്ല. എല്ലാവർക്കും അസാധ്യമായി തോന്നുന്നുണ്ട്. കാരണം എല്ലാവരുടെ അഭിപ്രായം അതല്ല. വേടൻ്റെ അഭിപ്രായം അതല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായവും അതല്ല. അതാണ് ഞാൻ വെളിപ്പെടുത്തിയത്. അല്ലാതെ ഈ കറുപ്പും വെളുപ്പും ഒന്നും കേരളത്തിൽ നിലനിൽക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സംഭവമൊന്നും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമാണ്. ഇപ്പം ഞാൻ വെളുത്തിട്ടിരിക്കുന്നു, എൻ്റെ മോൻ കറുത്തു പോയതുകൊണ്ട് എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. നമ്മുടെ മക്കളൊക്കെ കറുത്താണും വെളുത്താണും നമുക്ക് ലോകത്തിലേക്ക് ഏറ്റവും സൗന്ദര്യമുള്ളത് നമ്മുടെ മക്കൾ തന്നെയാണ്. അതിപ്പോൾ വേടൻ്റെ അമ്മയോട് ചോദിച്ചാലും ലോകത്തിലേക്കും ഏറ്റവും സുന്ദരൻ വേടനാണെന്നേ പറയുള്ളൂ. അല്ല കറുത്തത് കൊണ്ട് അവർ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടത് കുറച്ച് അത്യാവശ്യം തന്നെയാണ്. കാരണം നിങ്ങൾ സെലിബ്രിറ്റീഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങൾ വിളിച്ച് പറയുമ്പോൾ അതേറ്റ് കീജയ് പാടുന്ന കുറേ ആൾക്കാർക്ക് ഒന്ന് ചിന്തിക്കണം, ഇവൻ പറഞ്ഞത് ശരിയാണോന്ന്. അല്ലാതെ ഒരാൾ എങ്ങനെ പശു മുയൽ വീണ് അല്ല ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറയുന്ന പോലെ ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു സെലിബ്രിറ്റിയൊക്കെ ആയി കഴിയുമ്പോൾ അവർക്കുണ്ടാവുന്ന ധാരകളും അല്ല ഇത്രയും കാലം അടക്കി വെച്ചിരിക്കുന്ന ആരോടും പുറത്തു പറയാൻ പറ്റാത്ത കുറച്ച് ഫ്രസ്ട്രേഷനൊക്കെ ഇങ്ങനെ പുറത്തു വരുമ്പം ഈ കീജയ് വിളിക്കുന്നവർ ഇതിനെക്കുറിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ ഇതിനൊക്കെ കീജയ് വിളിക്കാവൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ വേടനെ അധിക്ഷേപിച്ചതോ വേടൻ്റെ കറുപ്പിനെയോ ഒന്നുമല്ല. കറുപ്പിന് 7 അഴക് തന്നെയാണ്, ബാക്കി 93 വെളുപ്പിനാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ പോലും കറുപ്പ് കാണാൻ ഒരു ഭംഗി തന്നെയാണ്. കറുപ്പിന് ഒരു കുഴപ്പവുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കലാഭവൻ മണിയെയും ഈ പറഞ്ഞ പോലെ മാധവനെ, മിഥുൻ ചക്രവർത്തിയൊക്കെ വളരെയധികം ചെറുപ്പത്തിൽ ആരാധിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഡിസ്കോ ഡാൻസർ സിനിമയൊക്കെ ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുള്ളതെന്ന് പോലും എനിക്കല്ല. അപ്പോൾ അത്ര നല്ല ആർട്ടിസ്റ്റുകളുള്ള ഇവിടെ ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇതുപോലെ സെലിബ്രിറ്റികൾ അല്ലേ, സെലിബ്രിറ്റികൾ പറയുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊന്നും പറഞ്ഞാൽ ആരും ശ്രദ്ധിച്ചു. പക്ഷേ ഈ സെലിബ്രിറ്റികൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുമ്പം അത് ശരിയാണല്ലോ, ഞാൻ കറുത്തിട്ടായതുകൊണ്ടാണ് എനിക്കും അവസരം കിട്ടാത്തത് എന്നൊന്നും ചിന്തിക്കുന്നത് ശരിയല്ല. കാരണം നമ്മളൊന്ന് ഇന്ത്യൻ സിനിമയോ കേരളത്തിലെ സിനിമയോ തമിഴിലെ സിനിമയോ ഏതും എടുത്തു നോക്കിയോ, ഇവിടുത്തെ സിനിമ എടുത്തു നോക്കിയോളൂ, അവിടെ കറുത്തവരുണ്ട്, അവർ രക്ഷപ്പെട്ടിട്ടുമുണ്ട്, നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്, അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ചിന്തകളൊന്നും ശരിയല്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ തുപ്പുന്നതും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ചീത്ത വിളിക്കണോ ചിലർത്ത് വിളിക്കാം. ഫോളോ ചെയ്യേണ്ടവർക്ക് ഫോളോ ചെയ്യാം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം.